الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഞങ്ങളുടെ മഹല്ലത്തിൽ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാരൊക്കെ രോഗികളാണ്. അവർക്കൊക്കെ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും അവർക്കും നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ നാട്ടിലെ ജോലിക്കാരുടെ ജോലികളിൽ, കച്ചവടക്കാരുടെ കച്ചവടങ്ങളിൽ, കൃഷികളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിലൊക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുആദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താ നബി തങ്ങൾ പറഞ്ഞത്? من كظم غيظا وهو قادر على أن ينفذه دعاه الله سبحانه وتعالى على رؤوس الخلائق يوم القيامة حتى يخيره من الحور العين ما شاء. ആരെങ്കിലും ദേഷ്യം കടിച്ചു പിടിച്ചാൽ, ദേഷ്യം വിഴുങ്ങിയാൽ, ദേഷ്യം വരുമ്പോ അത് ക്ഷമിച്ചാൽ, അവനിക്ക് ദേഷ്യം നടപ്പിലാക്കാൻ, പ്രതികാരം ചെയ്യാൻ, പകരം ചെയ്യാൻ എല്ലാറ്റിനും കഴിവുണ്ട്. പക്ഷേ അതിന് കഴിവുണ്ടായിട്ടും അവൻ അത് നടപ്പിലാക്കാതെ ദേശത്തെ ഒതുക്കിയാൽ, ദേശം അമർത്തിയാൽ, കടിച്ചു കുടിച്ചാൽ, വിഴുങ്ങിയാൽ, നാളെ പരലോകത്ത് രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ സൃഷ്ടികൾക്ക് നടുവിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും. دعاه الله سبحانه وتعالى على رؤوس الخلائق. സൃഷ്ടികൾക്കിടയിൽ വെച്ചുകൊണ്ട് വിളിക്കും ഖിയാമത്ത് നാളിൽ. എന്തിന്? حتى يخيره من الحور العين ما شاء. സ്വർഗീയ സ്ത്രീകളിൽ നിന്ന്, സുന്ദരികളിൽ നിന്ന് അവന് ഇഷ്ടമുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സൃഷ്ടികൾക്കിടയിൽ നിന്ന് അവനെ വിളിക്കുമെന്ന് ഹബീബുനാ വ ശഫീഉനാ റസൂലുള്ളാഹി. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ, നല്ലതാ. നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ, നല്ലതാ. നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. ദേഷ്യം കാരണം എത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു മനുഷ്യൻ. ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇപ്പോഴും ദേഷ്യപ്പെട്ടു. ദേഷ്യം കാരണമുള്ള സംസാരം കൊണ്ട് വീട്ടില് പ്രശ്നം ഉണ്ടാവും, നാട്ടില് പ്രശ്നം ഉണ്ടാവും, മഹലിന് പ്രശ്നം ഉണ്ടാവും, കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവും. സംഗതി ദേഷ്യപ്പെട്ട എന്തെങ്കിലും പറഞ്ഞു അവിടെ ക്ഷമ വേണം. അത് ഈമാന്റെ ഭാഗം. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാല ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്. ഒരു പുരുഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ ഔസിനി,
എന്നെ ഒന്ന് ഉപദേശിക്കണേ, എനിക്ക് വസിയത്ത് തരണേ, എനിക്കൊരു കാര്യം, നല്ലൊരു കാര്യം പറഞ്ഞു തരണേ. قال رسول الله صلى الله عليه وسلم لا تغضب, നീ ദേഷ്യം പിടിക്കരുത്. فردد مرارا, വീണ്ടും ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണേ. ഔസിനി, വീണ്ടും നബി തങ്ങൾ പറഞ്ഞത് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ഒരു വസിയത്ത്. ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടരുത്. ഹബീബുനാ റസൂലുള്ളാഹി. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما يزال البلاء بالمؤمن والمؤمنة في نفسه وولده وماله حتى يلقى الله تعالى وما عليه خطيئة. മുഅ്മിനായ ഒരു പുരുഷൻ അല്ലെങ്കിൽ മുഅ്മിനായ സ്ത്രീ, മുഅ്മിനായ പുരുഷനും മുഅ്മിനായ സ്ത്രീകൾക്കും മുഅ്മിനിനും മുഅ്മിനത്തിനും പരീക്ഷണങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി, അവന്റെ ശരീരത്തിൽ രോഗമായിട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളായിട്ട്, അവന്റെ സമ്പത്തിൽ, അവന്റെ സന്താനങ്ങളിൽ, മക്കളിലൊക്കെ പല പല പ്രശ്നങ്ങളുമായിട്ട് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഹത്താ യൽഖല്ലാഹ തആല വമാ അലൈഹി ഖതീഅ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അവന്റെ മേലിൽ ഒരു പാപങ്ങളും ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഹത്താ യൽഖല്ലാഹ, അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ. ഏത് നിലയിൽ? വമാ അലൈഹി ഖതീഅ, അന്ന് അവന്റെ അടുക്കൽ അവന്റെ മേലിൽ പാപങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അല്ലാഹു പുറത്തുവെക്കുന്നു. മുഅ്മിനായ മനുഷ്യന് വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഏത് നിലയിൽ? തന്റെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, മക്കളിൽ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അല്ലാഹുവിന്റെ ലിഖാ ആണ് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ കിടന്നാലും കിടക്കുന്നതിനേക്കാൾ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹ് നിന്റെ ലിഖാഇനെയാണല്ലോ. നിന്റെ ലിഖാഅ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുക, അല്ലാഹുവിന്റെ ആ നൂറു തജല്ലിയാത്ത് അതിനെ ദർശിക്കുക. ഇതിനു വേണ്ടിയാണ് മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കുക. മുഅ്മിനീങ്ങളെ, ഫമൻ യർജു ലിഖാഅ അല്ലാഹ് ലിഖാഅ റബ്ബിഹി فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ ലിഖാഇനെ കൊതിക്കുന്നുവെങ്കിൽ, അവൻ ഫൽയഅമൽ അമലൻ സാലിഹാ, സൽക്കർമ്മങ്ങൾ, സുകൃതങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവുമായി വേറൊരാളെയും പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത്. അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അല്ലാഹുവിനെ കണ്ടുമുട്ടുക എന്നത് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, സാധുക്കളായ ഞങ്ങൾക്ക് റബ്ബേ പാപികളാണ്, ദോഷികളാണ്. റബ്ബേ, എല്ലാം നൽകുന്നവൻ നീയാണ്, എല്ലാം എടുക്കുന്നവൻ നീയാണ്, എല്ലാറ്റിനും കഴിവുള്ളവൻ നീയാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ലിഖാഇനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനേ. നിന്റെ ഇഷ്ടദാസന്മാരിൽ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഞങ്ങളെയും കുടുംബങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജോലികളിൽ, കുടുംബങ്ങളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കച്ചവടങ്ങളിൽ ഒക്കെ
അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും നൽകണേ റഹ്മാനേ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവാസി സഹോദരങ്ങൾ, അവരുടെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും അവർക്കും നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട്, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, അറ്റാക്കിനെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, മഹാമാരികളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമും രാജസയ്യിദുമായ അല്ലാഹ്, ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. ആറ്റിപത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ കുടുംബങ്ങൾക്ക്, ഞങ്ങളെ പള്ളിക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.